16ാമത് ഫിലിം ഫെയർ അവാർഡ് മികച്ച നടനുള്ളതും സ്വന്തമാക്കി നമ്മുടെ സ്വന്തം മമ്മൂട്ടി. ഇന്നലെ ചടങ്ങിൽ ഒരു ഗംഭീര മുഹൂർത്തം കൊണ്ടായിരുന്നു. കാരണം മമ്മൂട്ടി അത് ഏറ്റുവാങ്ങിയിട്ട് അടിപൊളിയായിട്ടാണ് അതിനകത്ത് സംസാരിച്ചത്. മമ്മൂട്ടി എപ്പോഴും ഇതൊക്കെ മേടിച്ച് സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ഒരു രസമുണ്ട്. എന്തായാലും മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മികച്ച നടനുള്ള നാഷണൽ അവാർഡ്, മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ്, എനിക്കൊന്ന് ക്രിട്ടിക്സ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡൊക്കെ ബഹുദൂരം മമ്മൂട്ടി മുന്നിലാണ്. അർഹതയ്ക്കുള്ള യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. അർഹതയുള്ളത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടി കിട്ടിയത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നലെ അദ്ദേഹം സംസാരിച്ചപ്പം അദ്ദേഹം എല്ലാവരോടും മത്സരിക്കുന്നുണ്ട്, കൂട്ടത്തിൽ വന്നവരോടും, പ്രത്യേകിച്ച് യുവതാരങ്ങളോടൊക്കെ. ഇന്നലെ ആ വേദിയിൽ ആ ബ്ലാക്ക് ലേഡിയെ പിടിച്ചോണ്ട് ആ പുരസ്കാരം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മമ്മൂട്ടി വാട എന്നൊരു വിളി ഭയങ്കര വൈറലായിട്ടുണ്ടത്. വാട നമ്മൾ സാധാരണ നമ്മളൊരു കുടുംബത്തിൽ വലിയേട്ടൻ വിളിക്കുന്ന പോലെ, വലിയേട്ടനാണ് മലയാള സിനിമയിലെ മമ്മൂട്ടി, വിളിച്ചിട്ട് ബേസിലിനെയും നമ്മുടെ ആസിഫ് അലി അവര് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുള്ളവരാണ് മികച്ച നടന്മാരെന്നുള്ളവര്. അവർ രണ്ടുപേരെയും വിളിച്ചിട്ട് അവരെ കൊണ്ടും ആ പുരസ്കാരം മമ്മൂട്ടി 3 പേരോട് നിന്ന് മേടിക്കുന്നത്. അതായിരുന്നു ഇന്നലത്തെ ഏറ്റവും എനിക്ക് തോന്നുന്നു ഗംഭീര മുഹൂർത്തം ഫിലിം ഫെയർ അവാർഡിൽ. എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടില്ല. ഇത് മമ്മൂട്ടിക്ക് മാത്രം ചെയ്യാൻ പറ്റും. ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല, മമ്മൂട്ടിക്ക് അന്നേരം തോന്നി അത് ചെയ്തു. പക്ഷെ അത് ആ വാടാ വിളിയും ഇവരെ 3 പേരോട് നിർമ്മിക്കുന്നതോടെ ആ ഫ്രെയിം ഒരു രക്ഷയില്ല. എന്റെ അർത്ഥം മമ്മൂട്ടി എല്ലാ വർഷവും മത്സരിക്കാനുണ്ട് മക്കളെ. അതും യുവതാരങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരുന്നുള്ള അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം എപ്പോഴും മത്സരിക്കാൻ പറ നിൽക്കും. ഇനി ഒരുപാട് തൂക്കാനുണ്ട്. നാഷണൽ അവാർഡ് വെയിറ്റ് ചെയ്യുന്നു. ഒരുപാട് ഗിമ്മിക്കുകളും ഒരുപാട് പൊളിറ്റിക്സ് പരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ പോറ്റി തൂക്കാനുള്ള ചാൻസ് കൂടുതലാണ് 2024 നാഷണൽ അവാർഡ്.